ഈ പറയുന്ന 100% സത്യം കേട്ടോ. ആരോഗ്യ സംബന്ധമായ വീഡിയോകൾക്കൊക്കെ ഒരു അല്പമെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആകെ കുളാവും. സോഷ്യൽ മീഡിയ സാറിന് എന്താ വരുന്നത്? ഈ വിറ്റാമിൻ കഴിക്കൂ, ഉറങ്ങിക്കിടക്കുന്നവൻ പടക്കുതിരയെ പോലെ പായും. ഇതിൽ പലതും മെഡിക്കൽ റിലേറ്റഡ് സംഭവങ്ങളെ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആൾക്കാരുണ്ടാവത്തില്ല. അതായത് പാല് കുടിച്ചാൽ ക്യാൻസർ വരും, പഞ്ചസാര കഴിച്ചാൽ ക്യാൻസർ വരും. അത് പറഞ്ഞാൽ അവസാനം നോക്കുമ്പം ജനത്തിനൊന്നും കഴിക്കാനില്ല, എല്ലാം കഴിച്ചാലും ക്യാൻസറാണ്. പല ക്യാൻസർ രോഗികൾ അവർ നല്ലപോലെ പാലും തൈരവും കുടിച്ച് നടന്നുകൊണ്ടിരുന്ന മനുഷ്യർ അതുപോലെയുള്ള പൊട്ടത്തരങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ആൾക്കാർക്ക് അതിനൊക്കെ ഭയങ്കരമായിട്ട് വ്യൂ കിടും. കാരണം ഇത് വ്യൂവർഷിപ്പിന് വേണ്ടിയാണല്ലോ ഇതുപോലെ ഇക്കിളി മെസ്സേജും ഇക്കിളി തമ്പനയിലും ഒക്കെ വരുന്നത്. അവർ പറഞ്ഞോട്ടെ. പക്ഷേ ഈ ബ്യൂട്ടീഷ്യനൊക്കെ വന്നിരുന്ന് ഈ തടി കുറയ്ക്കാൻ ഇത് അല്ലെങ്കിൽ ഇതെന്നൊക്കെ മുഖകാന്തി വർദ്ധിക്കാൻ ഈ വൈറ്റമിൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നത് ഒരു രീതിയിലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്, അതുവഴി ആരുടെ ആരോഗ്യം നശിപ്പിക്കരുത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് യൂട്യൂബ് പൈസ കൊടുക്കാതിരുന്നാൽ തന്നെ ഈ പകുതി പ്രശ്നങ്ങൾ തീരും. നമുക്കെല്ലാം കഴിക്കാം, എല്ലാം എൻജോയ് ചെയ്ത് വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട്